ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വീരധീര സൂരൻ പാർട്ട് 2. കാരണം ഈ സിനിമയുടെ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഓക്കെ, ഈ സിനിമയിൽ എന്തോ ഒരു പീക്ക് സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് അത് നല്ല രീതിയിൽ അല്ലെങ്കിൽ 100% രീതിയിൽ കാത്തു സൂക്ഷിച്ച ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എസ് യു അരുൺകുമാറിന്റെ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ രണ്ടും നല്ല ഗംഭീരമായിട്ട് തന്നെ വന്നു. വിക്രം എന്ന് പറയുന്ന ഒരു ആക്ടറിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം ഓരോ സീനിലും എന്നുള്ളത് ആ ഒരു ഐഡിയയോട് കൂടിയിട്ട് തന്നെയാണ് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈവൻ ഈ സിനിമയുടെ ആദ്യത്തെ ഷോട്ട് തൊട്ട് ഈ പടം അവസാനിക്കുന്നത് വരെ അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. ഒരു അനാവശ്യ കോമഡി സീൻസോ അങ്ങനെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം, കാരണം ആ ഒരു സിനിമയുടെ ജോണർ മനസ്സിലാക്കിക്കൊണ്ട് ഈവൻ ഇതൊരു ഇത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റ നൈറ്റിൽ തന്നെ അതിന്റെ സീൻ പ്ലേസ്മെന്റ്സും ഓരോരോ ആക്ടേഴ്സിന്റെ പെർഫോമൻസും ആൻഡ് മൊത്തത്തിൽ എല്ലാ സെക്ഷൻസും നല്ല ഗംഭീരമായിട്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടിയൊരു മൂവി തന്നെയായിരുന്നു. ഒരു തിയേറ്റർ വാച്ച് മസ്റ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ്. സാധാരണ വിക്രം സിനിമകൾ റിലീസ് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന് നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അത് നല്ല ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ സ്റ്റോറി വൈസ് ഒക്കെ പല മൂവീസും ഡിസപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ കൂടിയുള്ള ഒരു എക്സെപ്ഷൻ ആയിരുന്നു മഹാൻ എന്ന് പറയുന്ന മൂവി. കാരണം അതൊരു OTT റിലീസ് ആയിട്ടായിരുന്നു നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതൊരു തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ എന്ന് ശരിക്കും പലപ്പോഴും കാണുമ്പോൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പടം അത് നിങ്ങളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ നിങ്ങൾ കണ്ട് ഫീൽ ചെയ്യാന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാ രീതിയിലും ഈവൻ അതിലത്തെ ഇപ്പോൾ ലീഡിങ് പെർഫോമൻസ് ആയിട്ട് നമുക്ക് 3 പേര്, വിക്രം, സുരാജ് ആൻഡ് SJ സൂര്യ, 3 പേരുടെയും ആ ഒരു പെർഫോമൻസ് ഒന്നും പറയാനില്ല. കാരണം ആ ഒരു റോളുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു റോളിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇതിലത്തെ ഓരോ സീൻസിനും അല്ലെങ്കിൽ ഇതിലത്തെ ഓരോ ക്യാരക്ടേഴ്സിനുമുള്ള ഇൻവോൾവ്മെന്റ് മനസ്സിലാക്കിക്കൊണ്ടുള്ള റൈറ്റിംഗ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അതും ആ ഒരൊറ്റ നൈറ്റിൽ നടക്കുമ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിനെ എങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റോറി പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അല്പം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള റൈറ്റിംഗ് ആൻഡ് എക്സിക്യൂഷൻ അത് ഗംഭീരം തന്നെയായിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിന്റെ ഒരു പാർട്ട് 1 ഇനി എന്തായിരിക്കും ഓഫർ ചെയ്യാനുണ്ടാവുക എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു കാത്തിരിപ്പിലാണ് എന്തായിരിക്കും ഇവർക്ക് ഇനി പാർട്ട് 1 പറയാനുണ്ടാവുക എന്നുള്ളത്. ആൻഡ് GV പ്രകാശ് കുമാറിന്റെ മ്യൂസിക് ഈ ചെയ്യാന്റെ ആ ഒരു എൻട്രിക്കും അല്ലെങ്കിൽ വിക്രത്തിന്റെ ആ ഒരു വരവിനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു BGM ഉണ്ട്, അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു എന്തൊക്കെയോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ മറഞ്ഞു കിടക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് ആ ഒരു BGMനൊക്കെ സാധിച്ചു. ആൻഡ് തേനീശ്വറിന്റെ സിനിമാറ്റോഗ്രഫി ആൻഡ് ഫീനിക്സ് പ്രഭുവിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി, അതായത് ചില ആക്ഷൻ കൊറിയോഗ്രഫി നമുക്ക് കാണുമ്പോൾ തോന്നും ഓക്കെ, ഈ ഒരു ക്യാരക്ടറിന് പറ്റിയ ഒരു ആക്ഷൻ കൊറിയോഗ്രഫിയാണ് ഈ ഒരു സിനിമയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ശരിക്കും നമുക്ക് ആ ഒരു ഓക്കെ, ഇത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കൊറിയോഗ്രഫി ആണ് എന്ന് നമ്മളെ കൊണ്ട് തോന്നിക്കുന്ന രീതിയിലാണ് ഇതിലെ കൊറിയോഗ്രഫീസ്. ആൻഡ് പതിയെ പതിയെ ഇങ്ങനെ ഇങ്ങനെ കത്തി 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 ഇങ്ങനെ കയറി പീക്ക് ലെവലിലേക്ക് എത്തുന്ന ഒരു സംഭവം തന്നെയാണ് വീരധീര സൂരൻ. ആൻഡ് ഓവറോൾ ആ ഒരു സിനിമയിലത്തെ ആ ഒരു മൊത്തം സംഭവങ്ങൾ, ആ ഒരു സംഭവങ്ങളുടെ ഇമ്പോർട്ടൻസും ഒക്കെ, ഈ ഒരു സീൻ ഇവിടത്തെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ സീൻ ഇവിടെ തന്നെയാണ് വേണ്ടത്, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ആ ഒരു സംഭവം പോകേണ്ടത്, പിന്നീട് ഇങ്ങനെയാണ് വരേണ്ടത് എന്നെല്ലാം എഴുതി വെച്ചത് എങ്ങനെയാണ് ഒരു സീനിലേക്ക് അല്ലെങ്കിൽ ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, അതിന്റെ ഒരു 100% ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കും. ആൻഡ് ചില സീനിലൊക്കെ ചില സിംഗിൾ ഷോട്ട് ആയിട്ടുള്ള കുറച്ച് സീൻസ് കൊണ്ടുവച്ചിട്ടുണ്ട്, അതൊക്കെ നല്ല വൃത്തിക്ക് തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് ആയിട്ട് തന്നെ തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. ഞാൻ കണ്ട ഒരു ഷോ ഒരു ഹൗസ്ഫുൾ ആയിരുന്നു. ഇത് ഒരു പീക്ക് ഫീല് തന്നെ തരാൻ സാധിച്ചു. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം വിക്രത്തിന്റെ ആ ഒരു പെർഫോമൻസിനും അല്ലെങ്കിൽ ആ സിനിമയുടെ സബ്ജക്റ്റിനും കിട്ടുന്ന കയ്യടി ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ, പടത്തിന്റെ അവസാനം ഡയറക്ടറുടെ പേര് എഴുതി കാണിച്ചപ്പോൾ കിട്ടിയ കയ്യടികൾ തന്നെ ധാരാളമായിരുന്നു. സോ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.